ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ബജി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബജിയാണ്, അതായത് മുളക് ബജിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ, ലൈക്ക് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ, കമൻ്റ് ഇടാൻ മറക്കരുത്. എന്നാൽ ഓക്കെ, എന്നാൽ നമുക്ക് മുളക് ബജി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്കായിട്ട് ഞാൻ ദേ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് കടലമാവാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് ഈ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. 3 ടേബിൾ ടീസ്പൂൺ കോൺഫ്ലവർ കയ്യിലില്ലാത്തവർ ഒരു 3 ടീസ്പൂണ് അരിപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് റവയും കൂടി ഉപയോഗിച്ചാൽ മതി. 1 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൗഡർ, 1 ടീസ്പൂണ് സോഡാപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. വെള്ളം ഒഴിക്കണേറ്റ് മുന്നേ തന്നെ നല്ലോണം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇതിൽ സോഡാപ്പൊടിയും കായം പൊടിയൊക്കെ വേണ്ടവർക്ക് ചേർത്താൽ മതി. സോഡാപ്പൊടി ഇടണം നിർബന്ധമൊന്നുമില്ല. എന്നാലും ഇത് മുളക് ബജിയല്ലേ, അപ്പോൾ ഒന്ന് സോഡാപ്പൊടി ആവശ്യമാണ്. എന്നാലും പിന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇഡ്ഡലിയിലും അത്ര കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം വാട്ടർ ഒഴിക്കാൻ. വാട്ടർ കുറേശ്ശെ ഒഴിച്ച് നോക്കി മിക്സ് ചെയ്യുക. ഇതിന് നല്ല തിക്ക് ബാറ്റർ വേണം, അല്ലെങ്കിൽ ഈ മുളകുമെന്ന് ഇങ്ങനെ ഇത് മാവ് ഇങ്ങനെ ഊർന്ന് പോരും. നല്ലോണം മിക്സ് ചെയ്തിട്ട് എത്ര വെള്ളം വേണ്ടി വന്നു എന്ന് പറയാം. ഇതായിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഇത്തിരി തിക്ക് ബാറ്റർ വേണം. ഈ ഒരു തിക്നെസ് വേണ്ടത് കേട്ടോ. അതിനിടയ്ക്ക് ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തത്. അതിന് 1.25 ഗ്ലാസ്സാണ് വാട്ടർ എനിക്ക് വേണ്ടി വന്നത്. ഇടയ്ക്ക് നമുക്ക് ഈ ബജ്ജി മുളകൊന്ന് 4ആയിട്ട് കീറിയെടുക്കാം. പകുതി ചെയ്യണവർക്ക് ചെയ്യാം, പക്ഷെ അതിൻ്റെ വണ്ണം കുറവുള്ളതാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ ഞെട്ടിയിരുന്നോട്ടെ ഏതെങ്കിലും ഒരെണ്ണത്തമ്മയൊക്കെ, അതൊരു ഭംഗിയാണ്. ഞാൻ മുളകൊക്കെ കീറി വെച്ചിട്ടുണ്ട്. 5 മുളകാണ് ഞാൻ എടുത്തത്. എല്ലാതും 4 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത്തിരി വണ്ണം കുറവുള്ളതാണ് അതിൻ്റെ ടേസ്റ്റ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ ബാറ്ററും തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. 3-4 ആദ്യം തന്നെ അതിലേക്ക് അവിടെ ഇട്ടോ. അപ്പം പിന്നെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഓയിലേക്ക് എടുത്തിട്ടാൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഓയിൽ ചൂടാവുമ്പോഴേ അങ്ങോട്ട് ഇട്ടാൽ മതി. ഗ്യാസിൽ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിക്കുക. ഇത് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിക്കണം. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണവർക്ക് അത് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ആയിരിക്കും എന്തുണ്ടാക്കുമ്പോഴും ടേസ്റ്റ് കൂടുക. ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായെന്ന് അറിയാനായിട്ട് ഒരു മാവ്, ഇത്തിരി ഒരു തുള്ളി മാവ് അങ്ങോട്ട് ഇടുക. അപ്പോൾ അത് പൊന്തി വരും. അങ്ങനെയാണ് അറിയുക. ഞെട്ടുണ്ടെങ്കിൽ നല്ല സുഖം അങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടിടാം. ഇട്ട വഴി ഇങ്ങോട്ട് ഇളക്കരുത്. 2 മിനിറ്റ് ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് പതുക്കെ പിടിച്ച് കൊടുത്തോളാം. അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് മുകളിലേക്ക് പൊണ്ടി ഒന്ന് കറക്റ്റായിട്ട് ഇരുന്നോളൂ. എന്താ ഒക്കെ വേറിട്ട് ആയിട്ടുണ്ട്. മുങ്ങാത്ത ഏതെങ്കിലും ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. ഞാൻ ബജി വീഡിയോ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. എല്ലാവരും ഇഷ്ടംപോലെ ബജി ഇട്ടിട്ടുണ്ടല്ലോ, അത് കാരണം കൊണ്ട്. പക്ഷേ കുറച്ച് മുളക് വില കുറവിന് കിട്ടിയപ്പോൾ ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടു. അപ്പോൾ പിന്നെ ഏതായാലും കൂട്ടുകാർക്ക് അതൊന്നും ബജി ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ബജി വീഡിയോ ഇട്ടത് കേട്ടോ. ഇതാ നല്ലോണം ആയിട്ടുണ്ട്. ഒരു മിനിറ്റും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇതായിക്കോളും. ഒരെണ്ണം ഇപ്പൊ ചാടി പോവാൻ പോയതാണ്, പിടിച്ചു അപ്പോഴേക്ക്.
ലാസ്റ്റത്തെ ആയിട്ടുണ്ട്. എനിക്ക് ആ ബാറ്റർ കറക്റ്റ് ആയിരുന്നു. ഇനി ഒരു തരി ബാറ്റർ ഉണ്ട്, അതേ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിൽ കിട്ടും. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഒന്ന് കാണിക്കാം. അതിനിടയ്ക്ക് ഒരു ചമ്മന്തിയും കൂടി അരക്കുന്നുണ്ട്. ആ ചമ്മന്തിയും കൂടി വീഡിയോ ഒന്ന് കാണിക്കാം. നമ്മുടെ മുളക് ബജിക്ക് ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 50 ഗ്രാം പൊട്ടുകടല കോക്കനട്ടും കൂടിയും ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ച് കോക്കനട്ട് ചേർക്കാൻ ഒരു കുറച്ച് പകുതി അങ്ങനെ എടുത്തോളാം. 2 ഗ്രീൻ ചില്ലി, ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം, ഒരു 2 വെളുത്തുള്ളി, വലുതാണെങ്കിൽ 2 എണ്ണം, ചെറുതാണെങ്കിൽ ഒരു 4 പീസ്, ഒരു 1/4 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, മുഴുവൻ കുരുമുളക് മതി, അരക്കണതല്ലേ ഏതായാലും. ഉപ്പ് ആവശ്യത്തിന്. ഞാനിത് എല്ലാതും കൂടി ഇനി ഒന്ന് അരച്ചിട്ട് വരാം. ഞാനിത് അരച്ച് കൊണ്ടുവന്നു. ഈ തിക്നെസ്സിൽ അരച്ചാൽ മതി, അധികം ലൂസാവരുത്. ചമ്മന്തി പോലെയല്ലേ അരക്കണത്. ഞാനിതിലൊരു 2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു. അതിൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. വിനാഗിരി ഇഷ്ടമില്ലാത്തവർക്ക് ലെമൺ ജ്യൂസ്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സാധാരണ പുളി, ഏതാ പുളി ഇഷ്ടം എന്ന് വെച്ചാൽ പുളിയും കൂടിയും ചേർത്തോളാം. പിന്നെ ഉപ്പ് നോക്കിയിടുക. ഇതിലേക്കൊന്ന് കടുക് വറുത്തിടാം. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ, ഇതിനൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചോളാം. കടുക് ഇടുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക കേട്ടോ. വേപ്പിലിടുക. മുളക് ഇടുക. നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിയും ബജിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിക്കാം. താങ്ക് യു.